ഹലോ ഫ്രണ്ട്സ്, അമ്മ ഇതൊരു ബനിയനി ചെയ്തൊരു കളറിയാണ്. എല്ലാവരും കണ്ടവർ, അമ്മയെ കണ്ടവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷൻ ഏതായാലും മോൻ പറഞ്ഞു കഴിഞ്ഞ് അവൻ പറഞ്ഞ കണക്ക് അവൻ്റെ ഒരു ബനിയനിലാണ് ഞാനിതെല്ലാം ചെയ്തത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ബ്ലീച്ച് ചെയ്തെടുക്കാവുന്ന കളർ ബ്ലീച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങളാണ് അവൻ്റെ ബനിയനിൽ വെറും റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റി വെച്ചിരിക്കുകയാണ്. എവിടെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവിടെയെല്ലാം റബ്ബർ ബാൻഡിൽ ചുറ്റി വരിഞ്ഞ് ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സാരിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നത്. ഇത് അക്ലിക് കളറാണ്, വെള്ളം ഒഴിച്ചാലും പോവാത്ത കളറായിട്ട് ഫാബ്രിക് കളറിൻ്റെ കൂടിയതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കളർ ചെയ്യാവുന്നതേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഞാൻ വെറുതെ ബ്രഷ് കൊണ്ടോ സ്പോഞ്ച് കൊണ്ടോ നമുക്കിതുപോലെ കളർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമേ ഞാൻ റെഡ് കളർ ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കളറ്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കളറാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ബ്ലൂ, അതിൽ യെല്ലോ ഇട്ട്, റെഡ് ഇട്ട്, അതിൽ യെല്ലോ ഇട്ട്, സെൻറ്ററിലിട്ട് നമുക്കൊരു ആ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടല്ലേ കെട്ടി വരിഞ്ഞ ആ ഒരു ഭാഗത്ത് പല ഡിസൈനായിട്ടിത് 4 പാടും ഡിസൈനായിട്ടിത് ചിതറും. പിന്നെ ഇത് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ നല്ല ഹൈ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ കീഴേ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റും. അത് ഉണങ്ങിയതിന് ശേഷം വേണം ആ ഒരു റബ്ബർ ബാൻഡ് മാറ്റാൻ. അപ്പോഴത്തേക്ക് ഇതുപോലെ പിരിക്കുമ്പോഴത്തേക്ക് ആ ഡിസൈൻ ഇങ്ങനെ വിരിഞ്ഞിരിക്കും. അതായത് ആ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ കെട്ടുമ്പോഴത്തേക്ക് പല ഭാഗത്തായിട്ട് ആ കളറ് നിൽക്കുകയും ചെയ്യും. അത് മറ്റുള്ള ഭാഗങ്ങളിലോട്ട് നമ്മൾ ചെയ്യാതിരിക്കാൻ എല്ലാം ശ്രദ്ധിച്ചാൽ കെട്ടിയ ഓരോ ആ ഒരു ഇത് കല്ലല്ല, ഞാനത് ഓടിൻ്റെ കഷ്ണങ്ങളാണ്, അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടല്ലേ, മനോഹരമായിട്ടുള്ള പല കളറിലെ ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡിസൈനാണ്. ഡിസൈൻ അറിയണമെന്നില്ല, ഡിസൈൻ പഠിക്കണമെന്നില്ല, എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഈ കല്ല് കെട്ടിയുള്ള ഡിസൈന്. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതിൽ ഗോൾഡൻ കളർ കൊണ്ട് അതെവിടെയൊക്കെയാണോ ആ കളറിങ്ങിൻ്റെ ലാസ്റ്റ് പോർഷൻ, ആ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ വെച്ച് ഞാൻ ഔട്ട്ലൈൻ ഇടുന്നത്. അത് ഇടുന്നതിന് തൊട്ട് മുന്നേ ഇതിൻ്റെ അടിയിലോട്ട് ഒരു ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അതിൻ്റെ അടിയിലോട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ കളർ ചെയ്യുന്നതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഒരു ക്ലോത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ബനിയനിലോട്ട് വരാതിരിക്കാൻ പറ്റും. ഇത് കണ്ടില്ല, അതിൻ്റെ അടിയിലോട്ട് ഞാൻ ആ ഒരു ക്ലോത്ത് ഒരു പേപ്പർ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഒരു മുകളിൽ ഇതുപോലെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ചുരിദാറിൻ്റെ കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ സിൽക്ക് തുണിയോ വാങ്ങിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്ത് വെക്കാം. ചെറിയ ഡിസൈനായിട്ട് വേണമെങ്കിൽ ചെറിയ കല്ലുകൾ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡിൽ കെട്ടുകയാണെങ്കിൽ ചെറിയ പോർഷനിൽ മാത്രം ഇതുപോലെ പല ഡിസൈനായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം കുറച്ചും കൂടി ഒരു വലിയൊരു ഓടിൻ്റെ കഷ്ണം ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തത്. ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തുണ്ട് കല്ലുകളോ അല്ലെങ്കിൽ ചെറിയ പാറയുടെ ചെറിയ കഷ്ണങ്ങളോ വെച്ച് റബ്ബർ ബാൻഡ് വെച്ച് നമുക്ക് കുറച്ചും കൂടി ചെറിയ വലിപ്പത്തിലാക്കി എടുക്കാം ഡിസൈൻ. ഇനി അതിന് ചുറ്റും ഞാനിത് ഗോൾഡൻ പെയിൻറ്റ് ചുറ്റും ഓരോ ഡിസൈനിൻ്റെ ചുറ്റും ഞാനത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ സെൻറ്ററിൽ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാനും പറ്റും. ചെറിയ സ്റ്റോൺസോ അതുമല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പീസസ് കിട്ടും, അത് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പഞ്ചാബി ഡ്രസ്സ് അല്ലെങ്കിൽ ഗുജറാത്തി ഡ്രസ്സോ കാശ്മീരി ഡ്രസ്സ് പോലെ നമുക്ക് ആക്കിയെടുക്കാം. അത് ഈ ഗ്ലാസ് അത് ഒട്ടിക്കുന്ന ഒരു ഗം എന്ന് പറയുന്നത് ഫെവി ബോണ്ടിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഗമ്മുണ്ട്. B7000 എന്നൊരു ഗമ്മുണ്ട്. അത് നമ്മൾ ട്യൂബിലാണ് വരുന്നത്. അത് നമുക്ക് ഫെവി ബോണ്ടിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളൊരു ഗമ്മാണ്. അത് വാങ്ങിച്ച് നമുക്ക് ഗ്ലാസ് ഇതിന് ചുറ്റും നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത് ഇനി അടുത്ത വീഡിയോസുകളിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചുരിദാർ പീസിലോ അല്ലെങ്കിൽ നമ്മൾ സാരിയിലോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. മനോഹരമാണ്. നമുക്ക് എവിടെയൊക്കെയാണോ ആ കളർ പറ്റിയത് അവിടെയെല്ലാം ഞാൻ അതിൻ്റെ ഔട്ട്ലൈനായിട്ട്
ഈ ഒരു ഗോൾഡൻ കളറ് പ്രസ് ചെയ്ത് വരച്ച് ഔട്ട്ലൈൻ ഇട്ടെടുക്കുകയാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നും വളരെ നീറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള പോർഷനിലോട്ട് കളർ വരാത്ത വിധം വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് ഓരോ കളർ, ഇതിപ്പം എനിക്ക് ഇഷ്ടമുള്ള ആദ്യം തന്നെ ബ്ലൂ കളർ മാത്രമല്ല, ബ്ലൂവും റെഡും ആകുമ്പോഴത്തേക്ക് വയലറ്റ് കളർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ യെല്ലോ ഇട്ടപ്പോഴത്തേക്ക് ആ ബ്ലൂ പ്ലസ് യെല്ലോ ആയപ്പം ഗ്രീൻ കളറിൻ്റെ ഷെയ്ഡും വരുന്നത് മറ്റൊരു ഡിസൈനായി കഴിഞ്ഞത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡിസൈനായി കഴിഞ്ഞ്. ഇനിയൊന്നും നമ്മളത് കണ്ടില്ല, ഇത് വെള്ളം ഒഴിച്ച് കഴുകിയാൽ പോലും പോകത്തില്ല. ഇത് അക്ലി കളർ ആയതുകൊണ്ടാണ്. ഇതാ മോൻ്റെ ബനിയനാണ്. മനോഹരമായിട്ട് നമുക്ക് ഏത് ബനിയനിലോ അല്ലെങ്കിൽ സാരിയിലോ ഒക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം.